എനിക്കറിയാത്ത സൂത്രം അപ്പൊ ഞാൻ ചുമ്മാ കണ്ടുനിന്നാ പോരെ ഇവിടെ കൊണ്ടു നിൽക്കണോ അച്ഛ ചിക്കൻ കൊണ്ട് എന്താണ് അയ്യോ അച്ചാർ ഉണ്ടാക്കാൻ പോവാണോ ചിക്കൻ അച്ചാർ അതായിരുന്നു സ്പെഷ്യൽ എന്ന് പറഞ്ഞ പിന്നെ ചിക്കൻ ബ്രസ്റ്റ് ഇങ്ങനെ വാങ്ങിക്കാം അതുകൊണ്ട് ഉണ്ടാക്കാൻ എളുപ്പം ഇതിനിപ്പോ നമ്മൾ ഈ എല്ലൊക്കെ കളഞ്ഞെടുക്കണ്ടേ കുറച്ച് കറിയും വെക്കാം കത്തിയുടെ എന്റെ ആയുധം എവിടെ ഇതിനകത്ത് നമുക്ക് ചെറുതാക്കി നോക്കാം എല്ല് മാത്രം നമുക്ക് ഇങ്ങോട്ട് മാറ്റാം അല്ലേ എല്ല് നമുക്ക് വൈകിട്ടത്തേക്ക് കറി ഓക്കെ ഇനിയിപ്പോ ഞാൻ എന്നാ ഇഞ്ചി വെളുത്തുള്ളി ഇത്യാദി സാധനങ്ങളൊക്കെ റെഡിയാക്കാം അല്ലേ കാണിയാണെന്നാണ് പറഞ്ഞതെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടേ അതെന്തെങ്കിലും ചെയ്യണ്ടേ അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുക്കാം നിനക്ക് ചിക്കൻ വേണോടി മിച്ചി നീ വന്നിട്ട് തക്കടേ എന്നാ ചിക്കൻ വേവിച്ച് തരാട്ടോ പച്ച തിന്നണ്ടാട്ടോ കുഞ്ഞിന് വേവിച്ച് തടാവേ വേവിച്ച് തൊടാട്ടോ കടയിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അച്ചാറ് പൊടിയൊക്കെ ചേട്ടായി വാങ്ങിയിട്ടുണ്ട് അച്ചാറ് പൊടി എത്ര 2 പാക്കറ്റ് ഉണ്ടോ ഓക്കെ 2 പാക്കറ്റ് അച്ചാറ് പൊടി കത്തിമീരി മുളക് പൊടി കാശ്മീരിൽ ഇമ്പോർട്ട് ചെയ്തതുണ്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇല്ലേ അതെടുത്തേ സാമ്പാർ കഷ്ണമായിരിക്കും സാമ്പാർ കഷ്ണം ഇവിടെ ഇരിക്കട്ടെ നമുക്ക് പിന്നെ എടുത്ത് വെക്കാം ഇത്ര ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇഞ്ചി ഇതാ ഒരു കഷ്ണം ഇവിടെ ചൂട് കളഞ്ഞ് വെച്ചിട്ടുണ്ട് ബാക്കിയും കൂടെ ചെയ്യണം ചാറിന് ഇത്രയും ചിക്കൻ ചിക്കൻ ചെറുതായിരുന്നു എല്ല് കൂടുതലായിരുന്നു പിന്നെ നമുക്ക് കറിക്കൂടെ വേണ്ടേ കറിക്കും കൂടെ എടുക്കാം ഒരു കറിക്കായല്ലോ വൈകിട്ടത്തെ ഒരു കറി നേരം അച്ചാർ ഇടുന്നതൊക്കെ കൊള്ളാം കറി പോലെ വരി വലിച്ച് തിന്നേക്കരുത് എന്നാലും ചേട്ടയുടെ സ്ഥിരം പരിപാടിയാണ് അച്ചാർ ഇടും എന്നിട്ട് അച്ചാർ പക്ഷെ കറീനേക്കാൾ കൂടുതലാണ് അച്ചാർ എടുക്കുന്നത് ഞാൻ എന്നും വഴക്കാം ഇവിടെ കാണാതെ എടുക്കുകയും ചെയ്യും മഞ്ഞൾപ്പൊടി ചിരി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അവരവരുടെ ആവശ്യത്തിന് മുളകും അവരവരുടെ ആവശ്യത്തിന് എല്ലാവരും വിചാരിക്കും ഞാൻ കഷ്ടപ്പെട്ട് ഇഞ്ചിയും വെളുത്തുള്ളി അയ്യോ ഞാനൊന്നും ചെയ്തില്ല നീ ഒരു കാര്യം ചെയ്തോ നീ അച്ചാറിട്ട് കഴിയുമ്പോ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി നീ എടുത്തു അച്ചാറിട്ട് കഴിയുമ്പോ അതിങ്ങനെ പിടിച്ചോണ്ട് ഞാൻ തമ്പനിയിൽ ഫോട്ടോ ഇടും ഉണ്ടാക്കിയത് മൊത്തം ഞാനാണെന്ന് പറഞ്ഞു വെളുത്തുള്ളിയും റെഡി ഇച്ചിരി 3-4 വെളുത്തുള്ളിയൊക്കെ ഞാൻ ഉണ്ടാക്കിയടാ ഉണ്ടാക്കിയോ അല്ല ഞാൻ പറയും കുറച്ച് അപ്പൊ ഇത് അച്ഛൻ മിക്സ് ആക്കി വെച്ചു ആരാ ദച്ചയുടെ ആരാ മിച്ചി ഇതെന്നെ അടി മുഖത്തിരിക്കണേ അടുത്ത മുഖം ഇരിക്കണ കണ്ടോ ചിഞ്ചു തക്കുടു എവിടെയെങ്കിലും പോയി നിരങ്ങാൻ അവളെ കഴിഞ്ഞിട്ട് ആളില്ല അപ്പൊ ഞാന് ചിക്കൻ വറക്കാൻ വേണ്ടിട്ട് ഇതാ എണ്ണ ഒഴിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഏകദേശം എണ്ണ തിളക്കാൻ തുടങ്ങി നമുക്ക് ചിക്കൻ വറക്കാം എന്നാ ഞാൻ പറയാൻ ചെയ്തപ്പോ അത് വേണ്ട മോനെ ഉപ്പിലാ കാര്യം അല്ലേ തൽക്കാലം നമുക്കിതങ്ങ്
വറുത്തെടുക്കാം. ഇവിടെ ഇടാം. ഓക്കേ, ഇതിവിടെ കിടന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. എന്ത് ചിക്കൻ ചിക്കൻ ചേട്ടായി വിളിക്കുന്നെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താണ് സംഭവം നോക്കട്ടെ. ഇതെന്തിനാണ് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നേ? എന്തിനാടാ ഇത്? എന്നാ പരീക്ഷണം? വണ്ടിയോ? നോക്കട്ടെ. മിൽക്കി അവിടെ ഇരുന്നാണ് അവിടെ കേട്ടാ. പോരാ. കാണിച്ചു കാണിച്ചു കാണിച്ചു. ഇതല്ല അപ്പൊ പെട്ടി എവിടെ വയ്ക്കും? അതാ സൈഡിലോട്ട് വെക്കണം. മറ്റേ കുഴപ്പമില്ല. ഇവിടെ കിടക്കണം. നീ ഇവിടെ കിടന്ന് നോക്കി. ഇവിടെ കുഴപ്പമില്ലായിരിക്കും മോനെ. എങ്ങനെ ഉണ്ടറാ? അപ്പൊ വീട്ടിൽ പോകുമ്പോ നിന്നെങ്കിൽ ഇങ്ങനെ ഇട്ടാ മതി അല്ലേ? അല്ലാണ്ട് കുഴപ്പമില്ലല്ലോ. അതിന് ഇവനെ അറ്റത്ത് കിടന്നാ പോരേട്ടായി. ഇവിടെ 2 തലവണ വെച്ചാൽ മതി. ഇവിടെ ഇവിടെ പഴയ 2 തലവണ വെക്കുക. എവിടെ? ഈ അടിവശത്ത്. മനസ്സിലായോ? ഇല്ല, നമ്മുടെ ആ മറ്റേ പാക്കറ്റ് ആക്കുന്ന 2 തുണി നമുക്ക് ഇവിടെ വിരിച്ചിട്ടാ മതി കട്ടിയില്. എന്താടി ഇത് നോക്ക്. എടി മിൽക്കി എന്താടി നിന്റെ ഉദ്ദേശം? എന്താന്ന്? ഏത് വഴിക്ക് വന്ന് കയറിയതാ നീ? തറത്താനെ കയറിയാ മോള്? പോകുന്നില്ല വായിക്കോട്ടെ. ടാറ്റ പോവല്ല, അവിടെ ടാറ്റ പോവല്ല. അവളുടെ വിചാരം നമ്മൾ എവിടെയോ പോകുമ്പോ കൊണ്ടുപോവാം. അതെ, നീ വെയിറ്റ് ചെയ്യേ, പോവാൻ നമുക്ക്. മിൽക്കി ഒരു പെട്ടി ഇവിടെ വെക്കണം. മിൽക്കി തന്നെ കയറിയതാ, തന്നെ ഇറങ്ങിക്കോ. എനിക്ക് പറ്റൂല. ഇനി മഴയാ നോക്ക്. പെട്ടെന്ന് ഒരു മഴ വന്നത്, വലിയൊരു മഴ. നമ്മുടെ ചിക്കൻ ഏകദേശം ഏകദേശം അല്ല, ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നു. ആയെന്ന് തോന്നട്ടെ. ഇവിടെ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് എല്ലും ഇച്ചിരി ഇതായിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സവാള എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കറി വെച്ചു. ചിക്കൻ അച്ചാറും കൂടി ഇട്ടാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി. കറിവേപ്പില ഇട്ടിരിക്കുന്നത് ഇല്ല, ഇതും കൂടി ഇട്ടേ. അതിലും ഇച്ചിരി ഇട്ടേ. ഞാൻ കുറെ നേരം വിചാരിച്ചിരുന്നത്. പിന്നെ എനിക്ക് കുടുംബശ്രീക്ക് പോകണം. ഞായറാഴ്ചയാണ് പോണം. ഞങ്ങക്ക് ഷട്ടിൽ കളിക്കാൻ പോണം. 2-3 ആഴ്ചയായി പോയിട്ട്. അതുകൊണ്ട് അത് പോകണം. ഞാൻ എന്താ തപ്പുന്നത്? പൊടികളൊക്കെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുവരത്തില്ലേ. ചിക്കൻ കറി ഇതാ അടുപ്പിൽ വെച്ചു. നമ്മുടെ ചിക്കൻ വറുത്തത് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഒന്ന് അയൽക്കൂട്ടത്തിന് പോവാണ്. നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു കുടുംബശ്രീ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ചേട്ടായി നോക്കിക്കോളാം കറി. അപ്പം ഞാൻ ഞങ്ങളുടെ കുടുംബശ്രീക്കൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ ചേട്ടായി കുറച്ച് ഇവിടെ അവർ ചായയൊക്കെ വെച്ച് കുടിച്ചു. ഞാൻ ഇച്ചിരി കട്ടൻ കുടിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ അച്ചാറിൻ്റെ ബാക്കി പരിപാടികളിലോട്ട്, കലാപരിപാടികളിലോട്ട് കിടക്കുകയാണ്. ചിലർ പൊടിച്ച് ചേർക്കുന്നുണ്ട്. നമ്മൾ പൊടിക്കുന്നില്ല. ഉലുവ പൊട്ടി ഇനി നമുക്ക് കടുകും കൂടി ഇടാം. കുറച്ചു ഇഞ്ചി ഞാൻ എത്ര അടിപൊളിയായിട്ട് അരിഞ്ഞു വെച്ച് നോക്കി. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് അച്ചാറോട് മതിയേ. ഒരു സ്പൂൺ മുളക് പൊടി. ഒന്ന് മതിയോന്നേ? മതി. മുളക് പൊടിയും അച്ചാർ പൊടിയും ഇത്രയും മതി. അപ്പം നമുക്ക് അച്ചാർ പൊടിയും മുളക് പൊടിയും കൂടെ അതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടേ. ആവശ്യത്തിന് മാത്രം. ആവശ്യത്തിൽ കൂടുതലായാലും ടേസ്റ്റേ തന്നെ മാറും. ഈ സമയത്തൊക്കെ ഗ്യാസ് നന്നായിട്ട് കുറച്ച് വെക്കണം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കുമല്ലേ ഇനി നമ്മൾ ചേർക്കണ്ടേ. നന്നായിട്ട് ഇതായി. ഇനി നമുക്ക് ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. ഇപ്പൊ കാണുമ്പോൾ കുറച്ച് ചിക്കൻ കറി പോലെ തോന്നുമെങ്കിലും പക്ഷെ അതല്ല. കുറച്ച് അതെ, ഈ വെള്ളം മൊത്തം വലിഞ്ഞ് നല്ല അടിപൊളി വരും. അപ്പം നമ്മുടെ അച്ചാർ ഇതാ ഇങ്ങനെയായി. ആ വെള്ളമൊക്കെ പറ്റി ഏകദേശം ഇതായിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് നോക്കാം.
ഉപ്പുണ്ടോ? ലേശം പൊടിക്കും. പൊടിക്കാം. സോഡ ഇട്ടോ. എത്ര വെള്ളത്തിലാണ് ഇപ്പൊ നല്ല ട്രൈ ചെയ്തുണ്ടോ? ഇനി ഇത് ഇനിയും ട്രൈ ആവും. നാളത്തെ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് നോക്കിയിട്ട് നടക്കട്ടെ. അന്നേരം നമ്മള് ചിക്കൻ കറി പോലായിരുന്നോ? ഇപ്പൊ തന്നെ ട്രൈ ആയത്. നാളത്തേക്ക് നന്നായിട്ടാണ് നോക്കി കേട്ടോ. അവിടെ സൈഡിൽ കൊണ്ട് വെച്ചോ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് മോൻ ഉണ്ടാക്കാൻ വെച്ചേക്കണാണ്. എന്നോട് മുട്ട ചോദിച്ചു 2 എണ്ണം എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. 2 എണ്ണം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. സവാള കുറച്ചുകൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് സോയാ സോസ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണാം. എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. മിൽക്കി കുഞ്ഞിനെ കുളിപ്പിച്ച് ഞാൻ മുടിയൊക്കെ ചീവി ഒരു പൊട്ട് വെച്ച് കുറച്ച് ചുന്തിരിയായില്ലേ? സുന്ദരിയായല്ലേ? ഇപ്പൊ കുളിപ്പിച്ചതിന്റെ പരാതി ഇപ്പോഴാണൊന്ന് തീർന്നത്. ഇപ്പോഴാണൊന്ന് ചീവാനും ഉണക്കാനും ഒക്കെ ഒന്ന് മര്യാദയ്ക്ക് നിന്ന് തന്നു. ഇതുവരെ പരാതിയും പെരക്കും ഓട്ടവും ഒക്കെ ആയിരുന്നു. അപ്പൊ നിന്റെ സാധനം എന്നാ ഇടാ? മതി ഇത്രയും വെള്ളമൊക്കെ. ഇതുണ്ടാക്കാൻ നമ്മളിങ്ങനെ നേരെ അരിയണം. ഉണ്ടാക്കാൻ വേണ്ടിട്ട് പേരൊന്നും എനിക്കറിയില്ല. ഒരു സാധനം ഒരു സാധനം. എന്നിട്ട് ഈ ഉണ്ണി മാത്രം നമ്മൾ മാറ്റി. ഞാൻ വേറൊരു പാത്രം ഒന്ന് മാറ്റി വെക്കും. സ്പൂൺ വേണോ? ഉണ്ണി മാത്രമായിട്ട് മമ്മയുടെ സഹായം വേണോ? വേണ്ട. ഇതൊക്കെ ഈ സാരം ഉണ്ടോ? അധികം അഹങ്കാരം പാടുന്നത് ഇപ്പൊ മനസ്സിലായോ? അത് കുഴപ്പമില്ല. ഇതെന്തായാലും മുറിക്കണ്ടേ? അത് വേറെ കാര്യം. ശരിയാവില്ലെന്ന് അറിയാത്തൊരു സാധനം. ഇങ്ങനെ ഇങ്ങനെ ഞാൻ അരിഞ്ഞ കാണില്ല. അങ്ങനെ കുനുകുനാന്ന് അപ്പൊ ഞാനിത് മൊത്തം ഇങ്ങനെ ആക്കി ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ശരിയാ. ഇതൊക്കെ തുറക്കൂ. സി പൊടി കുറച്ച് മീറ്റ് മസാല ഇതെല്ലാം ഐറ്റംസ് ഉണ്ട്. ഇനി തന്നെ ഉണ്ട്. ഇനി ഉപ്പ് എടുത്തിട്ട് കുറച്ച് ഉപ്പ്. ഇനി എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് കൊണ്ടുപോകാം. കുറച്ച് വെള്ളം ഇനി എന്നാ മതി. ഇനി ഉണ്ണി ഞാനിത് ഞാൻ മിക്സ് ചെയ്ത് തരാം. പിടി. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ എൻ്റെ ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതും കണ്ടതിൽ ഗോതമ്പ് പൊടി ഒന്നും ഇടാത്തതാണ്. അത് എൻ്റെ പരീക്ഷണമാണ്. ഇതേപോലെ ബോളാക്കി ഇട്ടിട്ടുണ്ട്. ഒന്നാമത്തേത് ഇട്ടു. കുഞ്ഞൂസിൻ്റെ പരീക്ഷണം അതിങ്ങനെ ഈ അവസ്ഥയിൽ ഇവിടെ ഉണ്ട്. ഇനി ആരെങ്കിലും തിന്ന് നോക്കിയാൽ അറിയാം എങ്ങനെയാണ്. അപ്പം അവനെ കൊണ്ട് ഞാൻ പാത്രം മൊത്തം കഴുകിയൊക്കെയാണ്. ഇതുണ്ടാക്കി കൊടുത്തതിന് പാത്രം അവൻ കഴുകുന്നു. ഇത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ചേട്ടായി കപ്പയാണ് തിന്നുന്നത്. കപ്പയും ചിക്കൻ കറിയും തീരാറായി. അമ്മയൊക്കെ കഴിച്ചിട്ട് പോയി. നമ്മൾ അച്ചാറിട്ടിട്ട് ബാലൻസ് ചിക്കൻ ഇതാ അവനിവിടെ മിൽക്കീനെ പിടിച്ചോണ്ടിരിപ്പുണ്ട്. മിൽക്കി വീഡിയോയിൽ അച്ചാർ എന്തായെന്ന് പിറ്റേ ദിവസം കാണിക്കാമെന്ന് പറഞ്ഞില്ലേ? നമ്മുടെ അച്ചാർ നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വറ്റി സൂപ്പറായിട്ടിരിപ്പുണ്ട്. ഇനി ഇത് നമുക്കൊരു ബോട്ടിലോട്ട് ചേഞ്ച് ചെയ്യണം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ വന്ന് വീഡിയോ എടുക്കുകയാണ് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതൊരിക്കലും ബൈ ബൈ.